88 വയസ്സായിരുന്നു. മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇന്ത്യൻ സംഗീതത്തിനും അതുപോലെ തന്നെ ലോക സംഗീതത്തിനൊക്കെ തീരാ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ചും മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ജാനകിയമ്മ. ഇന്ത്യൻ വാനമ്പാടി അങ്ങനെ വിട പറഞ്ഞിരിക്കുകയാണ് 88-ാം വയസ്സിൽ. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളെ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം എന്നുള്ളത് തന്നെയാണ്. സംഗീത ലോകത്തിന് സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇന്ത്യൻ സംഗീതത്തിന് തീരാ നഷ്ടം, അതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മയുടെ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. കാരണം തലമുറകളെ പാടി ഉറുക്കിയ ആ ശബ്ദമായിരുന്നു അത്. സോന, തീർച്ചയായിട്ടും നമുക്ക് ഈ നഷ്ടത്തെ ഏത് രീതിയിൽ അടയാളപ്പെടുത്തണമെന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൈസൂരുവിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് എസ് ജാനകിയുടെ മരണവാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 88-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എസ് ജാനകിയമ്മയുടെ കുടുംബം ഉൾപ്പെടെ ഈ കാര്യം സ്ഥിരീകരിച്ച് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നേരത്തെയും സമാനമായ രീതിയിൽ ഈ എസ് ജാനകി മരിച്ചു എന്ന നിലയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൃദയാഘാതത്തിലൂടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സോന സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മ്യൂസിക്കലിനെ സംബന്ധിച്ചിടത്തോളവും ഗാനശാഖയെ സംബന്ധിച്ചിടത്തോളവും സിനിമാ പിന്നണി ഗാനത്തെ സംബന്ധിച്ചിടത്തോളവും തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു യുഗം അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് പിന്നണി ഗാനശാഖയിൽ ഒരു യുഗം അവസാനിക്കുന്നു എന്നതാണ് എസ് ജാനകിയമ്മയുടെ വിയോഗ വാർത്ത വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒറ്റ വാക്കിൽ ആ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. മലയാളികളെ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ഒരുപക്ഷെ ഏകദേശം എല്ലാ ഭാഷയിലും എസ് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവരുടെ സ്വകാര്യ ഇഷ്ടങ്ങൾക്കകത്തേക്ക് കൂട്ടിവെക്കാൻ പാകത്തിലുള്ള പാട്ടുകൾ സമ്മാനിക്കുകയും ആ ശബ്ദത്തിൻ്റെ മധുരിമ കൊണ്ട്, ആ ശബ്ദത്തിൻ്റെ ആലാപന തീവ്രത കൊണ്ട്, ആ ശബ്ദത്തിൻ്റെ വൈകാരികതകൾ കൊണ്ട് ആ മനുഷ്യരുടെയൊക്കെ തന്നെ ഹൃദയത്തിൽ ഇടം പിടിച്ച് അവരുടെ പാട്ടിനോടുള്ള ഇഷ്ടത്തെ വർദ്ധിപ്പിക്കുകയും ആ ഇഷ്ടം എല്ലാ കാലത്തും നിലനിർത്താൻ പോകുന്ന തരത്തിൽ പാട്ടുകൾ പാടുകയും ചെയ്തിരുന്ന എസ് ജാനകിയമ്മ 14 തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പിന്നണി ഗായികയ്ക്കുള്ള ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് എസ് ജാനകിയമ്മ സ്വന്തമാക്കുന്നത്. 4 തവണ ദേശീയ പുരസ്കാരം, ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നു. പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും തരത്തിലുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ആ കലാജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 88 വയസ്സിനിടയിൽ പാടിത്തീർത്ത പാട്ടുകളുടെ എണ്ണം എത്രയെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത തരത്തിൽ, അതല്ലെങ്കിൽ അത് അടയാളപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തത്ര തരത്തിൽ പാട്ടുകൾ പാടി ദക്ഷിണേന്ത്യയിൽ നിന്നും ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറുകയും ഒരു വാനമ്പാടിയായി ചിറകടിച്ച് ആ ഇന്ത്യൻ ഗാനശാഖയെ മുഴുവൻ ത്രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള, ഭാവതീവ്രമാക്കുകയും ചെയ്തിട്ടുള്ള ഗായികയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ, യേശുദാസ്, എസ് ജാനകി ചേർന്നിട്ടുള്ള കൂട്ടുകെട്ടിലുള്ള പാട്ടുകൾ അത് മലയാള സിനിമയുടെ തന്നെ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുകയും ആ പാട്ടുകളൊക്കെ തന്നെയും എല്ലാ കാലത്തുമുള്ള എല്ലാ തലമുറയിലും പെട്ട ആളുകളെ സ്വാധീനിക്കുകയും അവരുടെ പാട്ടിനോടുള്ള പാട്ട് പഠിക്കാനും പാട്ട് പാടാനും പാട്ടിനെ ഇഷ്ടപ്പെടാനുമുള്ള കാരണങ്ങളിൽ പ്രഥമ കാരണങ്ങളായി ഒന്നായി മാറുകയും ചെയ്തിട്ടുള്ള ഘടകങ്ങളിലൊന്നായി എസ് ജാനകിയമ്മ നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ മാറിയിട്ടുണ്ട് എന്നത് കാലം നമ്മളോട് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും നമ്മുടെ ഏറ്റവും പുതിയ ഗാനശാഖയിൽ പോലും അല്ലെങ്കിൽ സിനിമകളിൽ പോലും എസ് ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടുകൾ വീണ്ടും അവതരിപ്പിക്കുകയും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എസ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനമായും ഓർത്തു വെക്കേണ്ടത്, ഒരു ഗായിക അവരുടെ അരനൂറ്റാണ്ടിനപ്പുറം നീണ്ടു നിൽക്കുന്ന കലാജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക ഭാഷകളിലും തൻ്റെ പാട്ട് പാടിക്കൊണ്ട് ആ പാട്ടിലൂടെ തൻ്റെ ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി എന്നത് ആലോചിക്കുമ്പോഴാണ് ഈ പറയുന്ന എത്രമാത്രം വലുതായിരുന്നു എസ് ജാനകിയമ്മ എന്ന ഗായികയുടെ സ്വാധീനം, അവരുടെ കഴിവ് എത്രമാത്രം ഉണ്ടായിരുന്നു, ആ പ്രതിഭ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 16-ാം വയതിനിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്നതെങ്കിൽ പിന്നീട് മലയാളത്തിലും സമാനമായ രീതിയിൽ എസ് ജാനകി അമ്മയെ കൈപിടിച്ച് കൊണ്ടുവരുന്ന നിരവധിയായിട്ടുള്ള പ്രമുഖ സംഗീത സംവിധായകരുണ്ട്. ഒപ്പം തന്നെ സംവിധായകരുമുണ്ട്. അങ്ങനെ കടന്നു വരുന്ന എസ് ജാനകി അമ്മ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഭാർഗവി നിലയം എന്ന ചിത്രം, ആ ചിത്രം ഒരു കാലത്ത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ആ ചിത്രത്തിലെ ഗാനത്തിലൂടെയാണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ തുടക്ക കാലഘട്ടത്തിൽ, മലയാളത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എസ് ജാനകി അമ്മ ശ്രദ്ധിക്കപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് യേശുദാസുമായി ചേർന്ന് പാടിയിട്ടുള്ള പിന്നണി ഗാനങ്ങളൊക്കെ തന്നെയും, സിനിമാ ഗാനങ്ങളൊക്കെ തന്നെയും വലിയ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു. പല സിനിമകളുടെ വിജയത്തിലേക്ക് പോലും നയിച്ചത് എസ് ജാനകി അമ്മയുടെ പാട്ടുകളുള്ള ചിത്രങ്ങളാണ് എന്നതുകൊണ്ട് ഹിറ്റായി മാറിയിട്ടുള്ള, വലിയ സ്വീകാര്യത നേടിയിട്ടുള്ള നിരവധി ചിത്രങ്ങൾ പിൽക്കാലത്ത് സംഭവിക്കുകയുണ്ടായി. തുടർന്ന് തൻ്റെ ആലാപന മേഖല അല്ലെങ്കിൽ ഗാനമേഖല ഈ ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വരച്ചിടണമെന്ന് തീരുമാനിക്കുകയും അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചാബിയിലും ബംഗാളിയിലും മറാഠിയിലും കൊങ്ങിണിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ ഒരുപിടി നല്ല ഗാനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ എസ് ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ജാനകിയമ്മയെ ഓർക്കുമ്പോൾ ജാനകിയമ്മയുടെ ഗാനത്തിലെ പിച്ചിനെ പറ്റിയിട്ടാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. അത്ര തീവ്രമായി അത്രമേൽ പിച്ചിൽ പാടാൻ കഴിയുന്ന ഗായകർ വളരെ കുറവായിരുന്നൊരു കാലഘട്ടത്തിലാണ് അത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായി വളർത്തിയെടുത്തുകൊണ്ട് 3-ാം വയസ്സിൽ തുടങ്ങുന്ന ഈ സംഗീത പഠനം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് അമ്മാവൻ ചന്ദ്രശേഖറിൻ്റെ പിന്തുണയോടുകൂടി അത് അഭ്യസിച്ച് ആ കലാഭ്യാസം തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയായി മാറ്റുകയും ഏറ്റവും സൗമ്യമായി ഇടപെടുകയും ഏറ്റവും സ്നേഹത്തോടു കൂടി മനുഷ്യരെ കാണുകയും പരിഗണിക്കുകയും തന്നോട് സംശയം ചോദിച്ചെത്തുന്ന തൻ്റെ പാട്ടുകളെക്കുറിച്ചുള്ള വിമർശനങ്ങളെ അതേ അർത്ഥത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ മാറാൻ പിന്നീട് ആ കലാജീവിതത്തിന് കഴിഞ്ഞത്. എന്തായാലും ഇന്ത്യൻ ഗാന ലോകത്തെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മയുടെ നഷ്ടം എന്നത് തീരാ നഷ്ടം തന്നെയാണ്. അത് മറ്റൊരു ഒരുപക്ഷെ മറ്റൊരു ഗായികയ്ക്കും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള കലാജീവിതം സ്വന്തം പേരിൽ അടയാളപ്പെടുത്തിയാണ് ഈ 88-ാം വയസ്സിൽ ജാനകിയമ്മ മൈസൂരിലെ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിനോട് കീഴടങ്ങിക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്നണി ഗാന ശാഖയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നണി ഗാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരുത്താൻ കഴിയാത്തത്രയും നികത്താൻ കഴിയാത്തത്രയും വിടവ് സമ്മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഗായിക നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സംഗീതവും അവർ പാടിയ പാട്ടുകളും മാത്രം ബാക്കി വെച്ച് യാത്രയാവുകയാണ് സോന.